നമസ്കാരം. രാജ്യത്ത് 1,00,000-ഓളം ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടക്കുകയാണ്. 1,00,000 നടക്കുന്നത്, ഒന്നും രണ്ടുമല്ല. കേരളത്തിൽ തന്നെ 1000 പഞ്ചായത്തുകളിൽ നടക്കുന്നു, നഗരങ്ങളിൽ നടക്കുന്നു. അങ്ങനെ 1,00,000-ഓളം ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുമ്പോൾ സ്വാഭാവികമായി അതിനെ വർഗീയതയാണ്, അല്ലെങ്കിൽ മറ്റ് പേരുകളൊക്കെ ഇട്ട് സംഘപരിവാറാണ്, RSS ആണ്, BJP ആണെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടക്കുന്നത്. പക്ഷെ ആര് നടത്തുന്നു എന്നുള്ളതല്ല, ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ ആവശ്യമില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ആര് നടത്തിയാലും. കാരണം ഭാരതത്തിൽ വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ഭാഗമാണ് ഈ ചാതുർവർണ്ണ്യം. കർമ്മം കൊണ്ടാണ് ഒരാൾ ഓരോ പദവിയിലേക്ക് എത്തുന്നതെന്നും ജാതി കൊണ്ടല്ല, പിറവി കൊണ്ടല്ല എന്നും പറഞ്ഞ് രൂപപ്പെട്ട ചാതുർവർണ്ണ്യത്തെ ആര് ജനിച്ചാലും, ജനിക്കുന്നൊരു കുട്ടി ആര് ജനിച്ചാലും ശൂദ്ര വിഭാഗത്തിൽ വരുന്നുവെന്നും അവിടെ നിന്ന് വിദ്യാഭ്യാസം ചെയ്ത് വളരെ ജ്ഞാനത്തിലേക്ക്, ഗുരുകുല വിദ്യാഭ്യാസമേ ഉള്ളൂ എന്ന്, ജ്ഞാനത്തിലേക്ക് പോയാൽ ജ്ഞാനത്തിൻ്റെ ഉത്തുംഗത്തിൽ കയറുന്ന ആളുകൾ ബ്രാഹ്മണന്മാരെന്നും, ആയോധന കലകൾ പഠിച്ച് യുദ്ധം പോലുള്ള കാര്യങ്ങളിൽ തൽപരരാകുന്നവർ ക്ഷത്രിയരെന്നും, അന്ന് രാജാവിൻ്റെ കാലമൊക്കെയാണ്, സേനാനായകന്മാരുടെ കാലമാണ്. ബിസിനസ് പോലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ വൈശ്യരെന്നും, ഇതിലൊന്നും പെടാത്ത സാധാരണ ആളുകൾ ശൂദ്രരെന്നും പറഞ്ഞിരുന്നു. എന്നാൽ വളരെ മോശമായ, വളരെ കൊള്ളയും കൊലയും വ്യഭിചാരവും കള്ളത്തരവുമായി നടക്കുന്ന, അങ്ങനെ ജീവിക്കുന്നവരെ ഷണ്ടാളന്മാർ എന്നും പറഞ്ഞിരുന്നു. ഇന്നും ഇതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ലോ കുറച്ച് പേരെ ഇപ്പോൾ ജയിലിലൊക്കെ ഇടുന്നത്. തെറ്റ് ചെയ്യുന്നവരെയും കൊള്ളക്കാരും ഒക്കെ ഇന്നും ഉണ്ട്. അതിലൊരാൾ ബ്രാഹ്മണനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ സ്വന്തമായി വീട് തന്നെ അപൂർവമാണ്, കൂടുതലും അവധൂതാണ്, സഞ്ചാരമാണ്. ധാരാളമായി ജ്ഞാനം നേടണം, ജ്ഞാനം കൊടുക്കുകയും വേണം. സമൂഹത്തിന് അറിവ് കൊടുക്കുന്ന, സമൂഹത്തിലെ ഒരു ഉപദേശകരാണവർ. എപ്പോഴാണോ അവർ ആ ജോലി ചെയ്യുന്നത് മറ്റേതെങ്കിലും തൊഴിലിലേക്ക് മാറിയാൽ അവർ ബ്രാഹ്മണത്വം നഷ്ടപ്പെടും. അവർ ബ്രാഹ്മണരല്ലാതാവും. അപ്പോൾ അതൊരു പദവിയാണ്. പക്ഷെ അതൊക്കെ പോയി ബ്രാഹ്മണ കുലത്തിൽ ആര് ജനിച്ചാലും ശൂദ്രനായി കണക്കാക്കാതെ ബ്രാഹ്മണനാകും, ശൂദ്രകുലത്തിൽ ആര് ജനിച്ചാലും അവൻ ശൂദ്രനാവും, അവൻ പഠിച്ചാലും ബ്രാഹ്മണനാകുന്നില്ല. ക്ഷത്രിയ കുലത്തിൽ ആര് ജനിച്ചാലും ക്ഷത്രിയനാവും. അങ്ങനെ വൈശ്യകുലത്തിൽ ആര് ജനിച്ചാലും, ബിസിനസ്സുകാരൻ്റെ വീട്ടിൽ ആര് ജനിച്ചാലും ഇതാവും. പക്ഷേ ആ പണ്ടങ്ങനെ ആയിരുന്നില്ല. ഒരു വീട്ടിൽ തന്നെ 4 ആളും ഉണ്ടാവും. ശൂദ്രനുണ്ട്, വൈശ്യനുണ്ട്, ബ്രാഹ്മണനുണ്ട്, ക്ഷത്രിയൻ, എല്ലാം ഒരു വീട്ടിൽ കാണും. മാറുകയും ചെയ്യും, അവരുടെ ഡ്യൂട്ടി മാറുന്നതനുസരിച്ച് മാറുകയും ചെയ്യും. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല. വളരെ മനോഹരമായ ഒരു സിദ്ധാന്തത്തെ എല്ലാവരും കൂടി പറഞ്ഞ് മോശമാക്കിയെന്ന് മാത്രമല്ല, ജാതികളും ഉപജാതികളും അതിന് പുറത്ത് ജാതികളുമൊക്കെയായി വളരെ മോശമൊരു സമൂഹമായി നമ്മൾ മാറി. വിവാഹം, നമ്പൂരി കുടുംബ ഇല്ലങ്ങളിൽ വിവാഹമുണ്ട് മൂത്ത ആൾ, അത് കഴിഞ്ഞ് അടുത്ത ആളിന് സംബന്ധം വേണമെങ്കിൽ നായർ കുടുംബത്തിൽ പോയി ചെയ്യാം. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള, വളരെ വികലമായിട്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ വന്നു. നായന്മാരിൽ തന്നെ വിളക്കിത്തല നായർ, അവർക്ക് മുടിവെട്ടാൻ അവരിലുള്ളൊരു നായർ, വെളുത്തേടത്ത് നായർ, അവർക്ക് തുണിയലക്കാൻ അവരിലുള്ള നായർ വിഭാഗത്തിലെ പാവപ്പെട്ടവർ, ചെക്കാല നായർ, ഇങ്ങനെ ഓരോ പറയർ, പുലയർ, ഇങ്ങനെ തുടങ്ങി ഓരോ വിഭാഗങ്ങൾ ജാതി പരമായി വന്നു. ജാതിയുടെ അയിത്തം വന്നു, അനാചാരം വന്നു, തൊട്ടുകൂടായ്മ വന്നു, തീണ്ടിക്കൂടായ്മ വന്നു. വളരെ മോശമായി മനുഷ്യരല്ലാത്ത രീതിയിൽ മൃഗങ്ങളെപ്പോലെ നോക്കുന്ന രീതി വന്നു. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും വന്നു. ഒരുപാട് രാജ്യങ്ങളിൽ അടിമത്തം ഉണ്ടായിരുന്നു. മനുഷ്യരെ വിൽക്കുന്ന ചന്തകളുണ്ടായിരുന്നു. സ്ത്രീകളെ മാസീവായിട്ട് വിൽക്കുന്ന ചന്തകളുണ്ടായിരുന്നു. ബ്രിട്ടനിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയത് എബ്രഹാം ലിങ്കനാണ്. ദക്ഷിണാഫ്രിക്കയിൽ അപ്പാർത്തൈഡ് ഉണ്ടായിരുന്നു, വർണ്ണവിവേചനമുണ്ടായിരുന്നു. വെളുത്തവർക്കൊരു ട്രെയിന്, കറുത്തവർക്കൊരു ട്രെയിന്, ഉയർന്ന ക്ലാസ്സുകൾ വെളുത്തവർക്കുള്ളത്, താഴ്ന്ന ക്ലാസ്സുകൾ കറുത്തവർക്കുള്ളത്. ഒരു കടയിൽ ചെന്നാൽ 2 തരം അലുമിനിയം ഗ്ലാസ് പാവപ്പെട്ടവർക്ക്, ദളിതന്, ഉയർന്ന ക്ലാസ് കുപ്പി ഗ്ലാസും സ്റ്റീൽ ഗ്ലാസും ഒക്കെ സമ്പന്നം, ഇങ്ങനെ നടക്കുന്നതിന് എല്ലാ അർത്ഥത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജാതി മതം ജാതി ഇല്ലാതാകണമെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യർ വേറൊരു ധർമ്മത്തിലേക്ക് വരണമെങ്കിൽ അവർ ഒന്നിക്കണ്ടേ. ആ അർത്ഥത്തിലാണ് ഈ സമ്മേളനങ്ങളെ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഹിന്ദുമത ഏകതാ സമ്മേളനം എന്ന് പറയുമ്പോൾ തന്നെ ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതമല്ല, ഒരു സനാതന ധർമ്മമാണ്. അപ്പോൾ സനാതന ധർമ്മത്തിൻ്റെ ആളുകൾ വിശ്വസിക്കേണ്ടവരും വിശ്വസിക്കുന്നവരുടെ ഒന്നിച്ചുള്ളൊരു സമ്മേളനം എന്നുള്ള രീതിയിൽ എടുത്താൽ അത് മനോഹരമായിരിക്കും. ആ രീതിയിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ
ആരാണ് ഹിന്ദു? ഭാരതവും ഇന്ത്യയും രണ്ടാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു ഭൂമിശാസ്ത്ര പ്രദേശമാണ് ഇന്ത്യ. ഭാരതം എന്ന് പറഞ്ഞാൽ അതല്ല. ഭാരതം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്രകാശം, ഭസിക്കുന്നത്, രമിക്കുന്നത്, ഭസിക്കുന്നത്, പ്രകാശം സ്ഫുരിക്കുന്നത്, പ്രകാശം ലോകത്തിന് നൽകുന്ന ഒരു ഭൂപ്രദേശമാണ് ഭാരതം. മറ്റത് ജോഗ്രഫിക്കൽ ഭൂപ്രദേശമാണ് ഇന്ത്യ. ഭരതൻ്റെ നാടാണ് ഭാരതം. ഇനി ഭരതൻ എന്ന് പറയുന്നത് 2 ഭരതനുണ്ട്. നളദമയന്തിമാരുടെ ഭരതനുമുണ്ട്, പിന്നെ രാമായണത്തിലെ രാമൻ്റെ അനുജൻ ഭരതനുമുണ്ട്. നമ്മൾ ഭാരതം പറയുന്ന ഭരതൻ നളദമയന്തി ഭരതനെയാണ്, രാമൻ്റെ ഭരതനല്ല. അപ്പോൾ 2 തരം ഭരതൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. വളരെ വലിയ സാമ്രാജ്യമുണ്ടായിരുന്നു ഇവിടെ. നീതിയുടെ, സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, ന്യായത്തിൻ്റെ, കരുണയുടെ, കാരുണ്യത്തിൻ്റെ, സഹിഷ്ണുതയുടെ നാടായിരുന്നു. ലോകത്തിലെ സകല വിഭാഗക്കാരെയും ലോഹാ സമസ്ത സുഖന പോന്തു ആരുമുണ്ടെങ്കിലും അവരെല്ലാം സ്വീകരിക്കുന്ന മണ്ണാണിത്. എല്ലാവരും പുറത്തുനിന്ന് വന്നു, സമ്മതിച്ചു. അന്ന് കാടായിരുന്നല്ലോ, മുമ്പ് കാടായിരുന്നു. അപ്പോൾ എല്ലാവരും പുറത്തുനിന്നാണ് വന്ന്, ആഫ്രിക്കൻ കാടുകളിൽ നിന്നാണ് വന്നത്. പക്ഷേ ആദ്യം വന്നവർ പിന്നെ വന്നവരെ അടിച്ചു കൊന്നില്ല, അവർ 2 കൈ നീട്ടി സ്വീകരിച്ചു. അത് മതപരിവർത്തനത്തിന് വന്നവരെയും മതത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകാൻ വന്നവരെയും സ്കൂളിൻ്റെ രൂപത്തിൽ, കോളേജിൻ്റെ രൂപത്തിൽ, ആശുപത്രി രൂപത്തിൽ, കുഷ്ഠരോഗാശുപത്രി രൂപത്തിൽ, പള്ളിക്കൂടങ്ങൾ രൂപത്തിൽ, ഏത് രൂപത്തിൽ വന്നവരെയും കൈയച്ച് സഹായിച്ചു, കൈയച്ച് സ്വീകരിച്ചു. മുസ്ലിങ്ങളെ സ്വീകരിച്ചു. ചേരമാർ പള്ളിയൊക്കെ വളരെ പ്രസിദ്ധമാണ്. അറബികൾ വന്നിട്ട് അവർക്ക് ഇവിടെ പള്ളി കെട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് സ്ഥലം കൊടുത്തത് രാജാവ്, ഹിന്ദു രാജാവ്. ദേവീക്ഷേത്രം കെട്ടാൻ വെച്ചിരുന്ന ഉരുപ്പടികളെല്ലാം എടുത്തു കൊടുത്തു, തടി ഉരുപ്പടികൾ എടുത്തു കൊടുത്തു. അവസാനം അവർക്ക് കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് സ്ത്രീകളെ കൊടുത്തു. ഇതൊക്കെയാണ് നടന്നത് ഈ നാട്ടിൽ. അതാണ് ഭാരതം, അത് ഇന്ത്യയല്ല. ഇന്ത്യയിൽ അങ്ങനെ നടക്കത്തില്ല. ഇന്ത്യ ഒരു ഭൂമിശാസ്ത്ര പ്രദേശമാണ്, പാകിസ്ഥാൻ പോലെ, അഫ്ഗാനിസ്ഥാൻ പോലെ ഒരു ഭൂമിശാസ്ത്ര പ്രദേശമാണ്. പക്ഷേ ഭാരതമായത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. അത് പ്രകാശത്തിൻ്റെ നാടാണ്, നന്മയുടെ നാടാണ്, അത് ലോകത്തിന് വെളിച്ചം കൊടുക്കുന്ന നാടാണ്. വസുദൈവ കുടുംബകം എന്ന് പറയുന്ന നാടാണ്. ലോകത്തെ മൊത്തത്തിൽ ഒന്നായി കാണുന്നൊരു സംസ്കൃതിയാണ്. മാത്രമോ വലിയ സ്വാതന്ത്ര്യം എല്ലാവർക്കും അനുവദിക്കുന്ന നാടാണ്. സ്വാതന്ത്ര്യം അനുവദിക്കുക മാത്രമല്ല, വളരെ വലിയ തോതിലുള്ള ജനാധിപത്യം അനുവദിക്കുന്ന നാടാണ്. അതുകൊണ്ട് ഇവിടെ ഫാസിസം ഒന്നും വരത്തില്ല. എങ്ങനെ ഫാസിസം വരാൻ പറ്റുക? ഒരു പാർട്ടിക്കും ഫാസിസം ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അവിടെ കടപുഴകി പോവും. അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു ഇന്ദിരാഗാന്ധി. എവിടെ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ? കടപുഴകി ഒഴുകി ഇന്ത്യയിൽ. അതാണ് സനാതനധർമ്മം. ഇവിടെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. ദൈവത്തെ നമുക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, തള്ളിപ്പറയാം, വിമർശിക്കാം. 33 ദൈവങ്ങളുണ്ട്. ഇഷ്ടമുള്ള രീതിയിലുള്ള ദൈവത്തെ ആരാധിക്കാതിരിക്കാം. പേപ്പറിൽ വെച്ച് ആരാധിക്കാം, പ്ലേറ്റിൽ വെച്ച് ആരാധിക്കാം, പിന്നെ ശില്പമുണ്ടാക്കി ആരാധിക്കാം, ക്ഷേത്രം കെട്ടി ആരാധിക്കാം, കയ്യിൽ വെച്ച് ആരാധിക്കാം, പോക്കറ്റിൽ ഡയറിക്കകത്ത് വെച്ച് ആരാധിക്കാം, പേഴ്സിനകത്ത് വെച്ചുകൊണ്ട് പോകാം. ഇത്ര സൗകര്യമാണ് ദൈവം. ഈശ്വരനെ തേടി എങ്ങും പോകണ്ട. ഈശ്വരൻ നമ്മൾ തേടിയാൽ നമ്മെ തേടി വരും. നമ്മൾ ഈശ്വരനെ തേടി പോകരുത്. അതൊക്കെ അബദ്ധ ചിന്തകളാണ്. ഈശ്വരനെ തേടി പോകുന്നത്. ഈശ്വരൻ നമ്മളെ തേടി വരും. നമ്മുടെ മനസ്സിൽ ഈശ്വരനെ കാണണമെന്ന് പറഞ്ഞു കൊടുത്താൽ ഈശ്വരൻ ഭക്തനെ തേടി വരും. ഈശ്വരനെ തേടി ആരും പോകേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രപഞ്ച സിദ്ധാന്തം ഇവിടെ വച്ചിരിക്കുകയാണ്. വിശേഷാൽ ഗ്രഹിക്കുന്നത് വിഗ്രഹം. അവിടെ മറ്റൊന്നും കിട്ടാനില്ല. ശില്പത്തെ വിഗ്രഹമാക്കുന്നത് പ്രാണപ്രതിഷ്ഠ കൊണ്ടും പൂജാതി കർമ്മങ്ങൾ, മന്ത്രവും തന്ത്രവും ഒക്കെ കൊണ്ടാണ് അത് വിഗ്രഹമായി മാറുന്നത്. പിന്നെ അത് സ്പെഷ്യലായിട്ട് ഒന്ന് ഗ്രഹിക്കണം അതെന്താണെന്ന്. കാണുക പോലുമല്ല ചെയ്യുന്നത്. വിശേഷാൽ ഗ്രഹിക്കണം എന്താണെന്ന്, അത് മനസ്സിലാക്കണം. വിശേഷാൽ രീതിയിൽ ഇതെന്താണ് എന്ന് മനസ്സിലാക്കണം. അവിടുത്തെ ഭാവം എന്താണ്, അവിടെ എന്തിനാണ് ഈ പൂജ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അതായത് അവിടെ ഓടിച്ചെന്ന് അയ്യോ ദൈവമേ എന്തെങ്കിലും സാധിച്ചു തന്നെ എന്ന് പറയുന്നൊരു സ്ഥലമല്ല. ഏകദൈവം എന്ന് പറയുന്നതെങ്കിലും ഏകദൈവം എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ബഹുദൈവങ്ങളുണ്ട്, പക്ഷേ ഏക സത്യമേ ഉള്ളൂ. ഒരുപാട് ദൈവങ്ങളുണ്ട്, പക്ഷെ ഒരു സത്യമേ ഉള്ളൂ. ഒരു സത്യത്തെ വ്യത്യസ്ത വിഭാഗങ്ങളായി നമ്മൾ കാണുന്നു. മനുഷ്യർ ഓരോ സത്യത്തെയും അല്ലെങ്കിൽ ഒരു സത്യത്തിനെ വിവിധ വിഭാഗങ്ങളായി മനസ്സിലാക്കാൻ വേണ്ടി കാണുന്നു. ആ വൈവിധ്യം അറിയുന്നു. മനുഷ്യർ അങ്ങനെയാണല്ലോ. ഭക്ഷണത്തിലായാലും വസ്ത്രത്തിലായാലും എല്ലാം ഒരു വൈവിധ്യമുണ്ട്. എല്ലാം അടിസ്ഥാനപരമായി വസ്ത്രമെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരു പർപ്പസിനുള്ളതാണ്. പക്ഷേ അതിൽ വൈവിധ്യമുണ്ട്.
ഭക്ഷണത്തിൻ്റെ പർപ്പസ് ഒന്നാണ്, പക്ഷേ അതിൽ വൈവിധ്യമുണ്ട്. അതുപോലെ വളരെ വലിയ വൈവിധ്യം മനുഷ്യർക്കുണ്ട്. അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ജോലി. അപ്പോൾ അതിനുതകുന്ന ചർച്ചകളും ചിന്തകളും അതിനെ പ്രകോപിപ്പിക്കുന്ന വർത്തമാനങ്ങളുമൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ചിന്തയാണ് വേണ്ടത്. ജന്മം കൊണ്ട് ജാതി പറയാനോ മതത്തിൻ്റെയോ ജാതിയുടെയോ അതിർവരമ്പുകളിൽ കകത്ത് നിന്നുകൊണ്ട് അപരനെ കാണാതിരിക്കുകയോ ചെയ്യുന്നതല്ല ഏകതാ സമ്മേളനവും ഏകതയുടെ ചിന്തയും. ഞാൻ പറഞ്ഞ ഭാരതമെന്ന സങ്കല്പത്തെ, ആ കാഴ്ചപ്പാടിനെ, ആ പ്രകാശത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെയും മനസ്സിലും ആത്മാവിലും ഉണ്ടായി വരേണ്ടതാണ്. അപരൻ്റെ ശബ്ദം നമുക്ക് ഗ്രഹിക്കണം. അയൽ തഴപ്പതിനായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരു ഉറമ്പിന് പോലും പീഡയേൽക്കാത്ത, പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ വളരെ പ്രയാസമാണ്. അന്യന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചെയ്യാത്ത ഒരു കർമ്മം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയാൽ അതിൽ പരം പുണ്യം വേറൊന്നുമില്ല. പക്ഷെ അത് എളുപ്പമല്ല. കൊല്ലാതെ എങ്ങനെ ജീവിക്കുക? മറ്റുള്ളവർ ഉപദ്രവിക്കാതെ നമുക്കങ്ങനെ ഒരുപാട് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഒരുപാട് മനോവേദന ഉണ്ടാക്കാത്ത രീതിയിലുള്ള കർമ്മങ്ങൾ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് ആലോചിക്കാം. കോശങ്ങൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഓരോ വസ്തുക്കൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ ഇരിക്കും. മനുഷ്യൻ്റെ ശരീരവും മനസ്സും എപ്പോഴും ആഗ്രഹങ്ങളിൽപ്പെട്ട് ഇങ്ങനെ ഉഴലുകയാണ്. അപ്പം അങ്ങനെ ആഗ്രഹങ്ങളിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യർക്ക് അവൻ്റെ മോചനം എങ്ങനെയാണ്, അവൻ്റെ മുക്തി എങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന വേദികളാണിതൊക്കെ. അല്ലാതെ അവിടെ ഒത്തുകൂടി ഇതര മതസ്ഥരുടെ സ്പർദ്ധ പറയാനും മുസ്ലിം മതത്തെയും ക്രിസ്ത്യൻ മതത്തെയും സ്പർദ്ധ പറയാനും തമ്മിലടിപ്പിക്കുകയും കലാപത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദികളല്ല. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുമത ഏകതാ സമ്മേളനങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ സന്ദേശം ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ള ഋഷീശ്വരന്മാർ, ആചാര്യന്മാർ, ഗുരുക്കന്മാർ ലോകത്തിന് നൽകിയിട്ടുള്ള സന്ദേശം. അവരൊരു ജാതിയുമില്ലായിരുന്നു, ഒരു മതവുമില്ലായിരുന്നു. രാമായണം എഴുതിയ വാൽമീകിയുടെ മതം എന്താണ്? ജാതി അതാണ്. മുക്കോസ്ത്രീയിൽ ജനിച്ചു എന്നല്ലേ പറയുന്നത്? രത്നാകരനല്ലേ രാമായണം എഴുതിയ വാൽമീകിയായത്? വ്യാസന്മാർ എത്രയോ വ്യാസന്മാർ, വേദവ്യാസന്മാർ എത്ര, വേദത്തെ വ്യസിച്ചവർ ആയിരക്കണക്കിനുണ്ടായിരുന്നല്ലോ, ഒരാളല്ലല്ലോ. ആയിരക്കണക്കിന് പേർ വേദത്തെ വ്യസിച്ചിട്ടും അല്ലെങ്കിൽ രചിച്ചിട്ടും ഒന്നൊന്നിനോടൊത്ത് പരസ്പരം കണ്ടിട്ടില്ലാത്ത, ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ടല്ല അവർ ചെയ്തത്, പരസ്പരം കണ്ടിട്ടില്ലാത്തവർ പോലും കൂട്ടിയോജിപ്പിച്ച് വിളക്കി യോജിപ്പിച്ചത്. ആദ്യത്തെ ആൾ വിളക്കി യോജിപ്പിച്ചതിൻ്റെ അതിന് ഏറ്റവും നല്ല, ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അടുത്ത ആളും വന്ന് വിളക്കി യോജിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര മഹത്താണ്. ഒരു ഗുരുകുലമില്ല, വിദ്യാഭ്യാസ സ്ഥലമില്ല, സമ്പ്രദായങ്ങളില്ല, ശിഷ്യന്മാരില്ല, ഗുരുക്കന്മാരില്ലാത്ത കാലഘട്ടത്ത് ഓരോരുത്തരും അവരുടെ മനസ്സിൻ്റെ സാധന കൊണ്ട് ഈ ഇതിലേക്ക് വന്ന് ഇതിഹാസങ്ങൾ രചിച്ച് പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് ലോകാത്ഭുതമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണതൊക്കെ. ഇത് ചർച്ച ചെയ്യണം, ഇത് പഠിക്കണം. അതിനുള്ള വേദികളാണ് ഈ 1,00,000 വേദികൾ. അവിടെ പാട്ടുണ്ട്, ഡാൻസുണ്ട്, കഥയുണ്ട്, കഥകളിയുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, ചർച്ചയുണ്ട്, എല്ലാം ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ അതിലുപരിയായി അവിടെ കൊണ്ടുപോകേണ്ട സന്ദേശം എന്താണ്? അവിടെ മനുഷ്യർ ഒത്തുകൂടിയിട്ട് അവർ പറയേണ്ട കാര്യം എന്താണ്? അവരെൻ്റെ ശത്രുതയല്ല, അവരെൻ്റെ നിഗ്രഹവുമല്ല, തൻ്റെ ധർമ്മം, തൻ്റെ കുലം, ഈ ലോകത്തിന് വെച്ച ധർമ്മം എന്താണ്? ഈ ലോകത്തിനോട് പറഞ്ഞ സത്യം എന്താണ്? ഈ പ്രപഞ്ചത്തിനോട് പറഞ്ഞ സത്യം, ഞാൻ ആരാണ്, എൻ്റെ ഉന്മ എന്താണ്, എൻ്റെ സ്വത്വം എന്താണ്, നിങ്ങളാരാണ്, നിങ്ങളുടെ ഉന്മ എന്താണ്, നിങ്ങളുടെ സ്വത്വമാണ്. ഞാൻ നിങ്ങളാകുമ്പോൾ, നിങ്ങളും ഞാനും കൂടെ ആകുമ്പോൾ, ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന കർമ്മങ്ങൾ തമ്മിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? ഏതൊക്കെ കർമ്മമാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? നമ്മുടെ കോശങ്ങൾ ഓരോ നിമിഷവും കർമ്മം ചെയ്യാൻ ഇങ്ങനെ വല്ലാതെ വെമ്പൽ കൊണ്ട് നിൽക്കുമ്പോൾ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളൊക്കെ അടുക്കി പാപങ്ങളായും പുണ്യമായിട്ടൊക്കെ ശരീരത്തിലും മനസ്സിലും വരുമോ? വളരെ ഗൗരവതരമായ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. അവിടെയൊക്കെ മനുഷ്യൻ്റെ ആത്മീയതയുടെ തലത്തിൽ വലിയ ചിന്തകളാണ് ഉണർന്നു വരേണ്ടത്. അതുയരുമ്പോൾ മനുഷ്യർക്ക് മനുഷ്യനെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന,
മനുഷ്യൻ മാനവനായി മാറുന്ന മാനവ സംഗീതങ്ങളുടെ വേദികളായിട്ടാണ് ഇത്തരം ഇടങ്ങൾ മാറേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനങ്ങളൊക്കെ വലിയ മാനവികതയാണ് ചർച്ച ചെയ്യേണ്ടത്, മതത്തിൻ്റെ മൈത്രിയാണ് ചർച്ച ചെയ്യേണ്ടത്, മതേതരത്വമല്ല. മതേതരത്വം എന്ന് പറയുന്നതിലൊരു കാപട്യമുണ്ട്, ഒരു കപടതയുണ്ട്. സെക്കുലർ എന്ന് പറയുന്നതിനകത്തൊരു കാപട്യമുണ്ട്. മതനിരാശവുമല്ല, മത അതീതമെന്ന് പറയാനും കഴിയില്ല, മതസമന്വയമെന്ന് പറയാനും പറ്റുമോ എന്നറിയില്ല. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? മതാതീതവും മതസമന്വയവും മതനിരാശവും മതേതരത്വവും മതസമന്വയവും ഇവയൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? മതം തന്നെ എന്താണ്? അഭിപ്രായമെന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? ആരുടെ അഭിപ്രായമാണ്? പ്രവാചകൻ്റെ അഭിപ്രായം മുസ്ലിം മതമായും യേശുവിൻ്റെ അഭിപ്രായം ഹിന്ദുമതം ക്രിസ്ത്യൻ മതമായി നിൽക്കുമ്പോൾ ഹിന്ദുവിൽ ആരുടെ അഭിപ്രായമാണ് ഹിന്ദുമതം? വലിയ ചോദ്യമാണിത്. ജന്മത്തെയും പുനർജന്മത്തെയും ജന്മത്തെയും കർമ്മത്തെയും ഈശ്വരനെയും ജാഗ്രതനെയും സത്യത്തെയും ജ്ഞാനത്തെയും കുറിച്ചൊക്കെ മാത്രം ചർച്ച ചെയ്യുന്ന ഈ ഒരു പ്രത്യേക സംഹിതയാണ് ഹിന്ദുമതം, അല്ലെങ്കിൽ ഹിന്ദുധർമ്മം, അല്ലെങ്കിൽ സനാതനധർമ്മം. അതെന്താണെന്ന് ചർച്ച ചെയ്യണം. അതിലേക്ക് കൂടുതൽ നമ്മൾ ഉയരണം. അതിനുള്ള വേദികളായിട്ട് ഇത്തരം സമ്മേളന സ്ഥലങ്ങളൊക്കെ മാറിയാൽ വളരെ മനോഹരമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞു, സംഘപരിവാർ RSSകാർ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഘടന സംഘടിപ്പിക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ പ്രാധാന്യം. സംഘടിപ്പിക്കുന്ന ആര് എന്നുള്ളതല്ല, അവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്, അത് ഉൾക്കൊള്ളുന്ന ജനതയാരാണ്, അത് വളരെ പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഈ ജാതി സ്പർദ്ധയുടെയും ജാതി മേൽക്കോയ്മയുടെയും ജാതിയുടെ ഒരുപാട് അപകടങ്ങളും പരാധീനതകളും ഇല്ലാതാക്കുന്ന രീതിയിൽ സനാതനമായ ധർമ്മങ്ങൾ ചർച്ച ചെയ്യുന്ന വേദികൾ ഉണ്ടായി വരണം. അത്തരം ഉത്സവങ്ങൾ ഉണ്ടായി വരണം. അതിലൂടെ മാത്രമായിരിക്കും മാനവർ കൂടുതൽ സംസ്കരിക്കപ്പെടുക, കൂടുതൽ അറിവിലേക്ക് നീങ്ങുന്നതും.